അദ്ദേഹവുമായി ഏറെ അടുപ്പമുള്ള അല്ലെ അദ്ദേഹത്തിൻ്റെ പാട്ടുകളെ ഏറെ സ്നേഹിക്കുന്ന വലിയ അടുപ്പമുള്ള ഒരു ഗായകൻ കൂടിയാണ് ശ്രീ ജിതേന്ദ്ര വർമ്മ. അദ്ദേഹം ഇവിടെ അടുത്താണ് താമസിക്കുന്നത്. രാവിലെ അവസാനമായി ജയേട്ടനെ കാണാൻ വേണ്ടി ഇവിടെ വന്നതാണ്. പക്ഷേ 8 മണി കഴിഞ്ഞ് അദ്ദേഹം എത്തുള്ളൂ എന്നറിഞ്ഞപ്പോൾ ഇവിടെ കാത്തു നിൽക്കുകയാണ്. ഏറ്റവും ഒടുവിൽ എപ്പോഴാണ് കണ്ടത്, സംസാരിച്ചതെന്ന് ഓർക്കാൻ പറ്റുന്നുണ്ടോ? ഒരു മാസം മുമ്പ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചില പാട്ട് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പാട്ട് പാടലും പിന്നെ അദ്ദേഹത്തിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഓരോ പാട്ട് പാടുന്ന രീതിയും അദ്ദേഹം മുമ്പ് പഠിച്ചിട്ടുള്ള ഓരോ സംഗീത സംവിധായകത്തിൽ നിന്ന് അദ്ദേഹം പഠിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നതും അതൊക്കെ ഞാനിപ്പോൾ ഒരു വളരെ ബഹുമാനത്തോടു കൂടി ഓർക്കുകയാണ്. കാരണം അദ്ദേഹം ഒരു ലെജൻഡാണ്, എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ ശബ്ദം എന്ന് പറയുന്നത് നമ്മുടെ മലയാളികൾക്ക് മാത്രമല്ല, ഇന്ത്യയിലല്ല പുറത്തെ മലയാളികൾ എവിടെയുണ്ടോ അത്രയും നമുക്ക് ഭക്തിരസവും അതുപോലെ പലതരത്തിലുള്ള ഭാവങ്ങളും അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലൂടെ തരുന്ന ഒരു വലിയൊരു കലാകാരനെയാണ് നമുക്ക് മലയാള സിനിമാ ശാഖയ്ക്കും അതുപോലെ മറ്റുള്ള ശാഖകൾക്കും നഷ്ടമായിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പാട്ടുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചാൽ നമുക്ക് തിരഞ്ഞെടുക്കാൻ പാടായിരിക്കും അല്ലേ? ഭക്തിഗാനമാണെങ്കിലും സിനിമയിലൊക്കെ ആണെങ്കിലും. എങ്കിലും താങ്കൾക്ക് ഏറ്റവും പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന ഒരു പാട്ട് ഏതാണ്? ഒരുപാട് പാട്ടുകളുണ്ട്, പറഞ്ഞ പോലെ കൺഫ്യൂഷനാണ്. പ്രത്യേകിച്ച് കരിമുകിൽ കാട്ടിലെയുണ്ട്, തുടക്കകാലത്ത് അദ്ദേഹത്തിൻ്റെ കള്ളിച്ചെലമ എന്ന സിനിമയിലെ രാഘവ മാഷിന്റെ അദ്ദേഹത്തിന്റെ പാട്ടുകൾ താങ്കൾ പാടാറുണ്ടല്ലേ? പാടാറുണ്ട്. പിന്നെ ജോൺസൺ മാഷിന്റെ മോഹം കൊണ്ടു ഞാൻ, പിന്നെ പ്രണയം എന്ന സിനിമയിലെ പാട്ടിൽ ഈ പാട്ടിൽ എന്ന് പറഞ്ഞ ഗാനം, പിന്നെ ട്രിബ്യൂട്ട് എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഒരു പാട്ടിന്റെ കുറച്ച് ഭാഗം ഒന്ന് പാടാമോ? താങ്കൾ ഒരു ഗായകൻ കൂടിയാണ്. തീർച്ചയായിട്ടും പാടാം. ഏതെങ്കിലും ഒരു ഓക്കെ ഒരു 4 വരി. പാട്ടിൽ ഈ പാട്ടിൽ ഇനിയും നീ ഉണരില്ലേ, ഒരു പാടി പാടും ഈണം കേട്ടതില്ലേ, പനിനീർപ്പൂക്കൾ ചൂടി രാവുറങ്ങിയില്ലേ, നെഞ്ചിലൂറും ഈ പാട്ടിൽ ഇനിയും നീ ഉണരില്ലേ. ഇതൊക്കെ അദ്ദേഹത്തിന്റെ അടുത്ത് താങ്കൾ പാടുമായിരുന്നു. അദ്ദേഹത്തിന്റെ പാട്ട് സാധാരണ പാടാറ്. ഇപ്പം റഫി സാബിന്റെ ഒക്കെ പാട്ടാണ് കൂടുതൽ അദ്ദേഹം അടുക്ക് പാടാ. സുശീലാമ്മയുടെ പാട്ടുകളൊക്കെയാണ് അദ്ദേഹം കൂടുതൽ പാടാറുള്ളത് അടുത്തിരിക്കുമ്പോൾ അല്ലേ? സുശീലാമ്മയുടെ പാട്ടുകൾക്ക് ഭയങ്കര ആരാധകനായിരുന്നു അദ്ദേഹം. സുശീലാമ്മയുടെ അതുപോലെ തന്നെ റാഫി സാബിന്റെയും കടുത്ത ഫാനായിരുന്നു അദ്ദേഹം. അങ്ങനെ കുറേ പാട്ടുകൾ, അങ്ങനെ സുശീലാമ്മയുടെ കുറേ ഗാനങ്ങൾ അദ്ദേഹം പറയാറുണ്ട്. പിന്നെ ശ്രാവണ ചന്ദ്രിക, അതുപോലെ രാജശില്പി, പിന്നെ അങ്ങനെ കുറേ പാട്ടുകൾ അദ്ദേഹം. പിന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ പാട്ടിങ്ങനെ ഞാൻ എപ്പോഴെങ്കിലും സംസാരിക്കുമ്പോൾ ഒരു 2 വരിയെങ്കിലും കേൾക്കാതെ എനിക്ക് ഒരു ദിവസം പോലും പാടുമായിരുന്നു. അടുത്തിരിക്കുമ്പോൾ പാടുമായിരുന്നു. പുഷ്പാഞ്ജലി എന്ന് പറഞ്ഞിട്ടൊരു ഭക്തിഗാനം 81 മറ്റോ ആണ് അത് ഇറങ്ങിയത്. എനിക്ക് തോന്നുന്നത് ഇപ്പോഴും രാവിലെയും വൈകിട്ടും ഒക്കെ അമ്പലങ്ങളിലൊക്കെ ആ പാട്ട് കേൾക്കാം. അപ്പൊ വടക്കുന്നാഥന് സുപ്രഭാതം അത് ഒരു പാട്ടാണ്. അതെ 2 വരി പാടുവോ? തീർച്ചയായും. വടക്കുന്നാഥന് സുപ്രഭാതം പാടും വണ്ണാത്തിക്കുരുവികൾ ഞങ്ങൾ, നീലൊളിക്കും പരമ്പൊരുളേ നേരിനു നേരാം പരമ്പൊരുളേ, പരവശരാമി ഏഴകൾക്ക് തരുമോ ശിവരാത്രി കൽക്കണ്ടം. വടക്കുന്നാഥന് സുപ്രഭാതം പാടും വണ്ണാത്തിക്കുരുവികൾ ഞങ്ങൾ. മനോഹരമായി. ഏതായാലും അത് നന്നായി പാടി. അദ്ദേഹത്തിന് ഒരു ട്രിബ്യൂട്ട് കൂടി ആവട്ടെ. എനിക്കും ഇപ്പോൾ അദ്ദേഹത്തിന്റെ പാട്ടുകൾ പാടുമ്പോഴും എനിക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല അദ്ദേഹം പോയിന്ന്. കാരണം അതെപ്പോഴും നമ്മുടെ എല്ലാവരും വിട്ടു പോയിട്ടില്ല, എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടെന്നാണ് ഒരു വിശ്വാസം. ജിതേന്ദ്ര വർമ്മ ഒരു ഗായകൻ കൂടിയാണ്, അദ്ദേഹത്തിന്റെ സുഹൃത്താണ്, നല്ല അടുപ്പമുണ്ട് ഇവർ തമ്മിൽ. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇപ്പോൾ ജയചന്ദ്രൻ എന്ന ഭാവഗായകന്റെ ശബ്ദം കേൾക്കാത്ത ഒരു ദിവസം ഒരു പക്ഷേ ശരാശരി മലയാളിക്ക് ഉണ്ടാവില്ല. ഏതെങ്കിലുമൊക്കെ തരത്തിൽ ആ ശബ്ദത്തിലൂടെ തന്നെ നമ്മൾ എല്ലാ ദിവസവും കടന്നു പോകുന്നുണ്ടാകും. അതുതന്നെയാണ് ഈ നാട്ടുകാർക്കും പറയാനുള്ളത്. അപ്പോൾ അദ്ദേഹത്തെ അവസാനമായി കാണാൻ, അന്തിമോപചാരം അർപ്പിക്കാനൊക്കെ എല്ലാവരും കാത്തു നിൽക്കുകയാണ്. 8 മണിയോടെ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഇവിടേക്ക് എത്തിക്കും.
ഓക്കെ, എസ് വിജയകുമാറാണ് തൃശ്ശൂരെ പൂങ്കുന്നത്തെ വസതിയിൽ നിന്നും നമുക്കൊപ്പം ചേർന്ന്. ജിതേന്ദ്ര വർമ്മ വളരെ അറിയപ്പെടുന്ന ഒരു പാട്ടുകാരനാണ്. അദ്ദേഹം ഏഷ്യാനെറ്റിലൂടെ തന്നെ വരികയും ഏഷ്യാനെറ്റിലെ കുട്ടികളുടെ പ്രോഗ്രാമിലൂടെയൊക്കെയാണ് ജിതേന്ദ്ര വർമ്മ എന്ന പാട്ടുകാരൻ പിറവിയെടുക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം തൃശ്ശൂരിലാണ് താമസിക്കുന്നത്. ഈ വടക്കുന്നാഥന് സുപ്രഭാതം പാടുമെന്ന വരികളുടെ രചന നടത്തിയിരിക്കുന്നത് രമേശൻ നായരാണ്. മ്യൂസിക് PK കേശവൻ നമ്പൂതിരിയാണ്. ഈ കാസറ്റ് യഥാർത്ഥത്തിൽ ഈ പുഷ്പാഞ്ജലി എന്ന ഈ കാസറ്റ് വളരെ വളരെ ഖ്യാതി നേടിയ ഒരു കാസറ്റാണ്. സുനിൽ TS പറയുന്നു ഒരു യൂട്യൂബ് സന്ദേശം: മഞ്ഞലയിൽ എന്ന പാട്ട് മുതൽ വർഷങ്ങൾ മുന്നോട്ട് നീങ്ങിയപ്പോൾ ആ മാന്ത്രിക ശബ്ദത്തിന് പ്രായം കുറഞ്ഞു വരികയായിരുന്നു. പ്രായത്തെ തോൽപ്പിക്കുന്ന ശബ്ദമായിരുന്നു അദ്ദേഹത്തിൻ്റെ. കാലം അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ ഒരു പരിക്കും ഏൽപ്പിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മിക്ക പാട്ടുകാർക്കും അവരുടെ ആലാപന രീതിയിൽ കാലം വരുത്തുന്ന ചില പരിക്കുകളുണ്ട്. ഈ ഇത്തരം പരിക്കുകളൊന്നും ബാധിക്കാതെ കാലത്തെ വെല്ലുവിളിച്ച് മുന്നോട്ട് പോയ ഗായകനാണ്. 5 പതിറ്റാണ്ടിലധികം മലയാളത്തെ പാടി ആവേശം കൊള്ളിക്കുകയും രമിപ്പിക്കുകയും ഒക്കെ ചെയ്ത, സന്തോഷിപ്പിക്കുകയും ഒക്കെ ചെയ്ത ഗായകനാണ് P. ജയചന്ദ്രൻ.